പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2018, 19, 20, 21, 22 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ ജൂലൈ 8-ാം തീയതി ആരംഭിക്കുകയാണ്. 2018 പ്രവേശനം നേടിയിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ ടൈം ടേബിളിന് അല്ലെങ്കിൽ സിലബസിന് സമാനമായ സിലബസ് ആയിരുന്നു 2014 മുതലുള്ളത് എന്നതുകൊണ്ട് 2014, 15, 16 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും ജൂലൈ 8-ാം തീയതി ആരംഭിക്കുകയാണ്. 2018 മുതൽ 2022 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ BA, BSc, BCom, BBA തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിഗ്രി കോഴ്സുകളുടെയും അത് റെഗുലർ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടേതും അതോടൊപ്പം തന്നെ SDE സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെയും ടൈം ടേബിളുകൾ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. അവരുടെ ഹാൾ ടിക്കറ്റും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതേസമയം 2014 മുതൽ 2016 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2014, 15, 16 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള BA, BSc, BCom തുടങ്ങിയിട്ടുള്ള വിവിധ ഡിഗ്രി കോഴ്സുകളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും ജൂലൈ 8-ന് ആരംഭിക്കുകയാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ റെഗുലർ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടേതും അതോടൊപ്പം SDE അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടേതും ജൂലൈ 8-നാണ് ആരംഭിക്കുന്നത്. പക്ഷേ ജൂലൈ 8-ന് ആരംഭിക്കുന്ന ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാർത്ഥികളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ടൈം ടേബിളുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. റെഗുലർ വിദ്യാർത്ഥികളുടെ 2018 മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷ അതിൻ്റെ ടൈം ടേബിൾ ആയിരിക്കുന്നു. അവരുടെ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്തിരിക്കുന്നു. പക്ഷേ 14 മുതൽ 16 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ജൂലൈ 8-ന് ആരംഭിക്കുന്ന അതേ പരീക്ഷയ്ക്ക് ഇതുവരെയും യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഹാൾ ടിക്കറ്റും അതുകൊണ്ട് തന്നെ വന്നിട്ടില്ല. ഈ പരീക്ഷ 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ സിലബസിന് ഏറെക്കുറെ സമാനമായ സിലബസാണ് 14-ലും 15-ലും 16-ലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടേത് എന്നതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ റെഗുലർകാരുടെ ജൂലൈ 8-ാം തീയതി ആരംഭിക്കുന്ന തീയതിക്ക് തന്നെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ടൈം ടേബിൾ നേരത്തെ പറഞ്ഞതുപോലെ ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കുന്നതിനോ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്നതിനോ ആവശ്യമായിട്ടുള്ള നടപടികൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്നതിന് വളരെയധികം വിദ്യാർത്ഥികളുണ്ട്. 2014-ലും 15-ലും 16-ലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് അതാത് ജില്ലകളിൽ സെൻറ്ററുകൾ അനുവദിക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സാഹചര്യങ്ങൾ ഒത്തുവരാത്തതുകൊണ്ട് മിക്കവാറും നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന 2014-ലും 15-ലും 16-ലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മിക്കവാറും യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുകയുള്ളൂ. എന്തായാലും പരീക്ഷ ജൂലൈ 8-ന് തന്നെ ആരംഭിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ 2018-ന് ശേഷമുള്ളവരുടെ രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൂടി പരീക്ഷ നടത്താം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വളരെ പെട്ടെന്ന് രണ്ടാം സെമിസ്റ്റർ പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ടൈം ടേബിളുകൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വൈകുന്നേരത്തോടു കൂടി ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ തീരുമാനിക്കപ്പെടുകയുള്ളൂ. ഹാൾ ടിക്കറ്റും അതനുസരിച്ച് വരികയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും 2018, 19, 20, 21, 22 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ ഹാൾ ടിക്കറ്റ് റിലീസായിട്ടുണ്ട്. ടൈം ടേബിളുകൾ നേരത്തെ വന്നിട്ടുള്ളതാണ്. 14-ലും 15-ലും 16-ലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ ടൈം ടേബിൾ മാത്രമേ ഇനി വരാനുള്ളൂ. ഹാൾ ടിക്കറ്റ് വരാനുണ്ട്. പക്ഷേ ടൈം ടേബിളിൻ്റെ കാര്യം പരിശോധിച്ചാൽ 2018-ന് സമാനമായ ടൈം ടേബിളാണ് 2014-ലും 15-ലും 16-ലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഉണ്ടാവേണ്ടത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും 18-ൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ ടൈം ടേബിൾ പരിശോധിച്ചാൽ ഏറെക്കുറെ സമാനമായ ടൈം ടേബിൾ ആയിരിക്കും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന ആളുകൾക്കും വരേണ്ടത്. ഓക്കെ, പരീക്ഷ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ സെമിസ്റ്റർ പരീക്ഷ കൃത്യമായി ജൂലൈ 8-ാം തീയതി തന്നെ ആരംഭിക്കും.
ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയാണ്. ഇനി ഈ പരീക്ഷ എപ്പോഴാണ് വരിക എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും ഒരു 5, 8, 10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വീണ്ടും ഇത്തരമൊരു പരീക്ഷ വരിക. അതുകൊണ്ട് രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതാനുള്ള വിദ്യാർത്ഥികളെല്ലാവരും തന്നെ കൃത്യമായി പഠിച്ച് പാസ്സാവുമെന്ന വാശിയോടുകൂടി തന്നെ പരീക്ഷ എഴുതണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി ആണ്, വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുന്നതാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കിയേക്കുമെന്ന് ആരും കരുതിയേക്കരുത്. ഈ പരീക്ഷ പൊതുവെ ടഫായിട്ടാണ് പലർക്കും അനുഭവപ്പെടാറുള്ളത്. അങ്ങനെ ഈ പരീക്ഷ എപ്പോഴും ടഫായിരിക്കും എന്ന ബോധ്യത്തോടു കൂടി തന്നെ അതിനനുസരിച്ച് പഠിച്ച് പരീക്ഷ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ.